ലാസ്റ്റ് സൺഡേ ഞങ്ങൾ പോയിട്ടുള്ള ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ജലദോഷം ആയതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ലായിരിക്കും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ബൈക്കൊക്കെ വെച്ചിട്ട് അവരുടെ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കരുതിയിട്ടാണ് ഞങ്ങൾ ചെന്നത്. അവിടെ റെഡി ആയിട്ടുണ്ടായില്ല, കുറച്ച് നേരം അവിടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കൊറ്റമം പള്ളി കപ്പേള പള്ളിയുടെ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ മേക്കാനൊക്കെ എത്തിയപ്പോൾ തന്നെ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് പ്രദക്ഷിണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പ്രദക്ഷിണം തന്നെയായിരുന്നു. സാധാരണ പള്ളിപ്പെരുന്നാളിൽ ഞാൻ ഇത്തരം ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. കാരണം കപ്പേളപ്പള്ളിയിൽ ഇത്രയും ആഘോഷം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് പൊതുവേ അറിയാവുന്ന പെരുന്നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞൂർ, പിന്നെ കൊരട്ടിപ്പള്ളി, പിന്നെ കോതമംഗലം പള്ളി, അങ്ങനത്തെ പള്ളി പെരുന്നാളുകൾ മാത്രമാണ് എനിക്കറിയാവുള്ളൂ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബാൻഡ് സെറ്റും പള്ളി പെരുന്നാളിൻ്റെ ഓരോ വൈബും ഒക്കെ അടിപൊളി തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പള്ളി പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളതേ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ച് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുണ്യാളനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. വളരെ ഭക്തിസ്വാതന്ത്ര്യമായൊരു കാഴ്ച തന്നെയാണ്, പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് ദൂരം നടക്കണം നമുക്ക്. ബാക്കി ശിങ്കാരിമേളവും പിന്നെ DJ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ടാബ്ലോ കണ്ടു കേട്ടോ. ലൈവായിട്ട് തന്നെ ആൾക്കാർ നിന്ന് ഇങ്ങനെ ടാബ്ലോ ചെയ്യണം. ഒരുപാട് നേരം അവർ നിന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അതിനുശേഷം വെടിക്കെട്ട് കണ്ടു കേട്ടോ, നല്ല ഗംഭീര വെടിക്കെട്ട് തന്നെയായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇത്ര അടുത്ത് നിന്നിട്ട് വെടിക്കെട്ട് കണ്ടു. അതിന് ശേഷമുള്ള തീയും പുകയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ നീങ്ങിപ്പോന്നു. പക്ഷേ അടിപൊളി കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴും പ്രദക്ഷിണമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറി വന്നിട്ട് പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട് നിന്നു. നിൽക്കുന്ന സമയത്ത് ഓരോ ഐസ്ക്രീമും ബജ്ജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തെ അതൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് ഓരോ വീട്ടുകാരും പ്രദക്ഷിണത്തിൻ്റെ ഇടയ്ക്കും മറ്റേ പൂത്തിരിയും കമ്പിത്തിരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ അതുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഗംഭീരമായ വെടിക്കെട്ട് വീണ്ടും തുടർന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള വെടിക്കെട്ട് ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ശിങ്കാരിമേളം. ശിങ്കാരിമേളം ഇത്ര അടുത്ത് നിന്നിട്ട് കേൾക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. കൊല്ലം ടീമിൻ്റെയൊക്കെയാണ് ഞങ്ങൾ ശിങ്കാരിമേളം കണ്ടിട്ട്. നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബ് തന്നെയായിരുന്നു. സാധാരണ പൊതുവേ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് നല്ലപോലെ പേടിയുണ്ടാവാറുണ്ട്. പക്ഷേ തവണ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ നാട്ടുകാരുടെ കെയറിങ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെണ്ടമേളം കാണാൻ വേണ്ടി പോയി. ആദ്യം കുറച്ച് നേരം കുട്ടികളെയും കൊണ്ടാണ് പോയത്. പിന്നെ ഉച്ചയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ കുറച്ച് മാറ്റി നിർത്തിയിട്ടാണ് ചെണ്ടമേളം കാണാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ സേഫായിട്ട് എൻജോയ് ചെയ്തു.
അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടികളൊക്കെ ഏകദേശമൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ശിങ്കാരി മേളത്തിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് കുട്ടികളുടെ അടുത്തേക്കാണ് വന്നത്. പിന്നെ പോകാനുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും തിരക്കൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയായിരുന്നു. തിരക്ക് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒന്ന് ഒതുങ്ങി. ഞങ്ങളതിട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കുട്ടികളൊക്കെ എടുത്ത് പോരാ നേരം ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം നടക്കണമായിരുന്നു. നടന്നിട്ട് വേണം ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇത് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.